ഞാൻ നമ്മുടെ മമ്മൂക്കാടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. ആ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും അതിന്റെ താഴെ വന്നിട്ട് ചില ഓളികൾ കമന്റ് ഇട്ടു. അതായത് ഈ ചില ഫാൻസ് ഓളികൾ കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ഒന്നും സംസ്കാരമല്ല നമ്മുടെ എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരത്തിലുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം മമ്മൂട്ടിയെ എന്ന് പറയുന്ന ആ മഹാനടനെ മമ്മുണ്ണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടാണ് പല കമന്റുകളും ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വായിന്ന് പറയാൻ പാടില്ലാത്തൊരു കാര്യം, അത് ആ വിളിച്ചവർ ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പ്രത്യേകിച്ച് എനിക്ക് അറിയാവുന്ന ചില ആൾക്കാരൊക്കെ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. അത് മോഹൻലാൽ ഫാൻസിന്റെ ആൾക്കാരാണ്. അപ്പം ഞാൻ എൻ്റെ വായിന്ന് ലാലപ്പൻ എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്ത് വീണുപോയി. സത്യത്തിൽ അത് നമ്മുടെ സംസ്കാരത്തിന് ചേരാത്തത് കൊണ്ട് ഞാൻ ആ വാക്ക് പിൻവലിക്കുകയാണ്. അപ്പം ലാലേട്ടൻ്റെ ആരാധകരായിട്ടുള്ള ഈ പറയുന്ന വേട്ടാവളിയന്മാർ വന്നിട്ട് കമന്റ് ഇട്ടു. കാരണം മമ്മൂക്കയുടെ സിനിമകളെല്ലാം വന്ന് തിയേറ്ററിൽ വരുന്നു, വിജയിക്കുന്നു, ആൾക്കാർ ആ സിനിമ കയറി കാണുന്നു, പുള്ളി കൊടുക്കുന്ന അത്തരത്തിലുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ പുള്ളി തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് പ്രേക്ഷകർ കയറി കാണുന്നത്. അതിന് ഇങ്ങനെ കടി വന്നിട്ട് വലിയ കാര്യമുണ്ടോ? കാരണം ഈ തുടരുമെന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമ സംവിധാനം ചെയ്ത തരുൺമൂർത്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റിലീസിംഗ് ഡേറ്റ് ഈ ജനുവരി 30-നായിരുന്നു റിലീസ് വെച്ചത്. ആ ജനുവരി 30-ന് റിലീസ് മാറ്റിയത് അതിന്റെ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള, കാരണം അതിന്റെ ബിസിനസിന്റെ കാര്യമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ആ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചത്. അപ്പം ഈ പറയുന്ന ഫാൻസുകാർ, അതായത് അദ്ദേഹത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ചില വേട്ടാവളിയന്മാർ ഈ തരുൺമൂർത്തിയുടെ ഫേസ്ബുക്കിൽ പോയിട്ട് തെറി വിളിച്ച സംഭവം അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയാ, ഇങ്ങനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ സിനിമ മാറിയെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ സിനിമ എടുത്തിട്ടുള്ള സംവിധായകരൊക്കെ തെറി പറഞ്ഞിട്ടൊന്നും നമുക്കറിയത്തില്ല. അപ്പം അവരെ മാത്രമാണ് ഞാൻ വിമർശിച്ചത് കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആൾക്കാരെ വിമർശിക്കാൻ നമ്മൾ ആളല്ല. എന്തായാലും 200 സ്ക്രീനിൽ റിലീസ് ചെയ്തിട്ടുള്ള മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് സിനിമ 225 സ്ക്രീനിലേക്ക് ആ സിനിമ കൂടിയിരിക്കുന്നു എന്നുള്ളത്. കാരണം ഫാമിലി ഓഡിയൻസ് ആ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഉദാഹരണമാണത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതി മമ്മൂക്കാടെ ഇതുവരെ മമ്മൂക്ക ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂക്ക മുമ്പ് ചെയ്തിട്ടുള്ള വടക്കൻ സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്കൻ വീരകഥ, ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന ഹരിഹരൻ്റെ സിനിമ, ആ സിനിമയെ വെല്ലാൻ ഇന്ന് മലയാള സിനിമയിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സിനിമ പിറന്നിട്ടില്ല, ഇനി പിറക്കുകയില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ചന്തു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം മമ്മൂക്ക സ്ക്രീനിൽ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് അത് വലിയ ചരിത്ര നേട്ടമാണ് ആ ഒരു സിനിമയ്ക്കുണ്ട്. ആ ഒരു സിനിമ വീണ്ടും 4K സാങ്കേതിക വിദ്യകളോട് കൂടി വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തു. അതിനകത്ത് 1-2 സിനിമകൾ മാത്രമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്, ബാക്കിയെല്ലാം ഫ്ലോപ്പ് ആയി എന്ന് പറയാതിരിക്കാം, വേറെ പറയേണ്ടത് നമ്മൾ പറയണം. പക്ഷെ വടക്കൻ വീരകഥ സിനിമ അങ്ങനല്ല, പോയി കണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സിനിമയാണ്. കാരണം അത് മമ്മൂക്കാടെ അതിനകത്തുള്ള ഒരു പ്രകടനമൊക്കെ എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പിന്നീട് TV യിലൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമ തിയേറ്ററിലേക്ക് വരുവാണെന്നുള്ളത് ഷുവർ ആ സിനിമ കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും പോയി കാണണം. കാരണം അതുപോലത്തെ ഒരു സിനിമ ഇനി വരാനില്ല എന്ന് പറയണം. ചതിയൻ ചന്തുവിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച ആ ശക്തമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റിനെയും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് എവിടെയും പോലും ഒരു കുറ്റം പറയാം. ആ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു സിനിമ എടുത്തത് അത് ഹാൻഡ്സ് ഓഫ്, വലിയ ഒരു എന്താ പറയുക, നമുക്കതിന് ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ മമ്മൂക്കാടെ ആദ്യത്തെ ഈ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനും കൂടെ നമുക്കൊന്ന് നോക്കാം. ഏതാണ്ട് 200 സെൻട്രൽ മാത്രമായിരുന്നു സിനിമ റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷൻ കാണിക്കുന്നത് 1.75 ആണ് കാണിക്കുന്നത്. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു മമ്മൂക്കാടെ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോ കളക്ഷനായിട്ടാണ് ഇത് ഇപ്പോൾ കാണിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 2 കോടി രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് സിനിമ നേടിയിരിക്കുന്നത് 3.5 കോടി 4 കോടിക്ക് അടുത്തേ ഉള്ളൂ. എന്തായാലും ഓപ്പണിംഗ് ദിവസം ഈ സിനിമ മിക്സഡ് റിവ്യൂലാണ് സിനിമ പോയത്. അതുകൊണ്ട് തന്നെ വലിയൊരു കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ പ്രേക്ഷക അഭിപ്രായം നേടിക്കൊണ്ട് ഇന്നത്തെ ബുക്ക് മൈ ഷോയിൽ നമ്മൾ കയറി നോക്കുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഈ സിനിമയിൽ കാണുന്നുണ്ട്. കാരണം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിനെ ഡീഗ്രേഡ് അടിക്കാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക വിഭാഗം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കുടുംബ പ്രേക്ഷകർ ഈ സിനിമ കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയൊക്കെ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഇതിൽ കൂടുതലാകാനായിട്ടാണ് സാധ്യത. എന്തായാലും മമ്മൂട്ടി സിനിമയിൽ വെച്ചിട്ട് ഏറ്റവും ലോ കളക്ഷനായിട്ട് തന്നെയാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയാം, തള്ളാനും മറിക്കാനും ഒന്നും നമ്മൾ ആളല്ല. കൃത്യമായിട്ടുള്ള കണക്കാണെങ്കിൽ കൃത്യമായിട്ട് പറയാം. അല്ലാതെ 25 കോടി അടിച്ചിട്ട് 100 കോടിയിലേക്ക് കൊണ്ട് എത്തിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല എന്നും കൂടെ ഒന്ന് പറയുകയാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഫെബ്രുവരി 7-ാം തീയതി മമ്മൂക്കാടെ വടക്കൻ വീരകഥ വീണ്ടും 4K സാങ്കേതിക വിദ്യയിൽ ഈ സിനിമ
തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ കാണണം, കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആരാധകർ, ഇപ്പോഴുള്ള ഒരു ന്യൂ ജൻ ആരാധകർക്ക് കണ്ടാൽ ആവേശം കൊള്ളുന്ന തരത്തിലുള്ള ഒരു കിടിലൻ മാസ് എന്താ പറയുക സിനിമ തന്നെ ആയിരിക്കും അത്, ഒരു സംശയം വേണ്ട. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും